ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു രസം തയ്യാറാക്കാൻ പോവാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലൊരു വാളൻപുളി എടുത്ത് വെള്ളത്തിലിടാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതിന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുക്കണം രസത്തിന്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുകിട്ട്, ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 സ്പൂൺ ഉലുവ, കറിവേപ്പില, 2-3 വറ്റൽമുളക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്തിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ എൻ്റെ ഈ കുരുമുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചതയ്ക്കാനത്. ഇപ്പം കുരുമുളക് പൊടിയില്ലാത്തൊരു കുരുമുളക് ചതച്ചിട്ടാലും മതി. ഇനി നമുക്ക് 2 തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്കിനി പൊടിയായിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, കുരുമുളക് പൊടി 1/4 സ്പൂണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എളുപ്പം ഇളക്കണം, നല്ല കരിഞ്ഞു പോകും. ഇതിനകത്തിലേക്ക് നമുക്ക് 1/4 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച് പുളിവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം തിളയ്ക്കണം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ രസം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി ഇത് നമ്മൾ വാങ്ങി വെക്കാൻ നേരം ഇച്ചിരി മല്ലിയിലയും കൂടി ഇടുന്നത് നല്ലതാണ്. ഇവിടെ മല്ലിയില ആർക്കും ഇഷ്ടമല്ല അതിൻ്റെ ചെവ, അതുകൊണ്ടാണ് മല്ലിയില ഇടാഞ്ഞത്. ഇഷ്ടമുള്ളവർ ഇടുക. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം.